തവളപ്രക്കാടി എന്ന ഇരട്ട പേര് ആര് വിളിച്ചാലും കൊഞ്ഞനം കാട്ടി അറിയാവുന്ന 4 തെറി വിളിക്കുന്നവൾ. തവളപ്രക്കാട്ടിയല്ല, തവളക്കണ്ണി. പിന്നെ മറ്റേ ജസ്റ്റർ മാറിപ്പോ, ഇതല്ല മറ്റത്. കുറച്ചുകൂടി ഇമോഷൻസ് വരട്ടെ അഭിയേട്ടാ. കമോൺ, ഇമോഷൻസ്. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. നിങ്ങളെ പ്രായത്തിനോർത്തിട്ടായിരിക്കും. ഓണാഘോഷം കാണാൻ പോയപ്പോൾ കണ്ണിൽ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ. മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയി അവൾ. എന്ത് അഭിയേട്ടാ പടം മാറി? ഓ സോറി. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. സങ്കല്പ ലോകമല്ല ഈ ഉലകം. അമ്മനെ അഭിയേട്ടൻ കഴിയുന്നുണ്ടോ? നമ്മൾ പൊളിക്കത്. നേരത്തെ തുടങ്ങിയാ അതിന് നമ്മൾ സിനിമ കാണാനൊന്നല്ലോ പോന്ന്. വാങ്ങായി ഈ ഫോട്ടോഗ്രാഫർ ആരാ നോക്കി നോക്കണേ? ഫോട്ടോ എല്ലാം പിടിച്ച് മേടിച്ച് നോക്കേണ്ടതാണ്. ആരാധാര ഭൂപേഷല്ലേ? ഫോട്ടോ പറഞ്ഞാ പറ്റൂ. ചന്ദ്രികേ, ബിബീഷേ, കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ രണ്ടാളും? ഒന്ന് നൈസായിട്ട് ചിരിച്ചാൻ ദാനെ പോലെ പിടിച്ചോ മുടുക്കൻ. അതുകൊണ്ടാ കുട്ടി അങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ട്, ഇങ്ങനെ ഒരു ഷോട്ട്. ഓ ഷിറ്റ്. നീ ആ ബിന്ദുവിന്റെ ചെക്കനല്ലേ? യെസ്, അതെ. ഓ അതെ. പിന്നെ ദേവേച്ചി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഏതോ പെണ്ണിനെ കൊണ്ട് വന്നാന്ന് കണ്ടുവാ മോനെ. എടാ ദേവിയില്ലത് ആരാന്ന് ഇപ്പത്ര? ദൈവമേ, ഓളെ കൊണ്ട് ഇന്നെങ്കിലും നിനക്ക് ഉപകാരം ഉണ്ടാവുക. ഇത് മുടക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് കല്യാണം കഴിപ്പിച്ചനെ. ഇത് ഓളോട് എന്താ കൊനഷ്ട് പറയുന്നതാണ്, അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓളല്ലല്ലോ, ഓളെ അച്ഛനല്ലേ കേൾക്കേണ്ടത്. പക്ഷെ അവള് ചിരിച്ചോട്ടാ പറയുന്നേട്ടാ. എന്നാ കൊനഷ്ട് തന്നെ. ഇത് രവിയേട്ട മോള് ചന്ദ്രിക ഈനായിട്ട് ഹോട്ടൽ നടത്തുന്നേ. തീരെ ചെറുപ്പത്തിനോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെയാ? നിങ്ങെന്താ രണ്ടാളൂടെ ഷൂട്ടിങ്ങിന് അച്ഛൻ വന്നതാ? നോ ആന്റി, നമ്മളെ വെഡിങ് ആണ്. എന്റെ പൂമാല പോതി ഞാൻ കേൾക്കുന്ന ബെറ്റിങ്ങാ. എടാ മൂക്കളെ മാറാത്ത നിനക്കെന്താ ബെറ്റിങ്? എന്നാ വർഷം? എനിക്ക് പ്രായമായി. വൈ നോട്ട്? നിന്റെ ശ്വാസം മുട്ടലൊക്കെ മാറിയടാ. ഓ മൈ ഗുഡ്നസ്. നീ അപ്പളും വലിച്ചു കിടക്കലെന്ന് നിന്റെ അമ്മ പറയലുണ്ടല്ലോ. ചന്ദ്രിക ഉദ്ദേശിച്ച വലിയല്ലത്. അല്ല, ചന്ദ്രിക ഉദ്ദേശിച്ച വലിയ തന്നെ. പക്ഷെ ഞാൻ നിർത്തി. ഐ ക്വിറ്റ്. പെരുമ്പപ്പുഴയ്ക്കപ്പുറം ലോകം കാണാത്തൊരു പെണ്ണിനെ വളയ്ക്കാനുള്ള വിദ്യ ബിബീഷ് ബാലന് അറിയാം. ഓളും മംഗലാപുരത്തൊക്കെ പഠിച്ചാ ചങ്ങായി. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എനക്ക് ഇങ്ങോട്ട് വന്നേ. അപ്പുറത്തെങ്ങാനും കൂട്ടിട്ട് പോയാ വാക്കും കേട്ടിട്ട് വലിയ കാര്യം ഉണ്ടായിരുന്നു. ഡയലോഗ് ഛർദിക്കുന്ന ബ്യൂട്ടി അങ്ങ് പോയി. പോട്ടെ. വർത്തമാനം കഴിഞ്ഞില്ലേ? റെഡി? ഓരോ സൂക്കറാണ് പണ്ടേ. ഓനെ നല്ലോണം നോക്കണട്ടാ, സുഖമില്ലാത്ത കുഞ്ഞാന്ന്. മംഗലം കഴിഞ്ഞാലെങ്കിലും ഓന്റെ സൂക്കേട് മാറി കിട്ടിയാ മതിയായിരുന്നു. ഏ ലേഡി, നിങ്ങൾ എന്താ കൊള്ളിച്ചോറിന്ന്? കൊള്ളിച്ചറിയുന്ന അല്ല, ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ടാവുക? ഉണ്ടാവും, കൊറേ പേരുണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല, ഇതിപ്പോ നിർത്തും. ഇപ്പൊ നിർത്തുവാ? എടുക്ക്. ഒരു മിനിറ്റ്, ഒരു ട്രിക്ക് ഉണ്ട്. ചന്ദ്രികയെ, ഉപേക്ഷ എത്ര സമയമുള്ള പറയുന്നത്? ഒന്ന് റൊമാൻറ്റിക്കായിട്ട് ചെയ്തൂടെ? നീ നിന്റെ പണി നോക്ക്. ഒരു മിനിറ്റ്. 60 സെക്കൻഡ്സ്. പിന്നെ ഇതെല്ലാം എന്റെ പണി. ഞാനേ ക്യാമറ സെറ്റാക്കി വെക്കും. നീ ഓളറിയാണ്ട് ഓടത്ത് പോയിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കണം. ഞാൻ കൊടുക്കടാ. ഞാൻ കാൻഡിഡേറ്റ് അത് ക്ലിക്ക് ചെയ്യും. എടാ ഉപേക്ഷിട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും പറയിട്ട് പോകണം. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും. റിസൾട്ട് കിട്ടും? പിന്നെ അത് മതി. ഓടാ, അനുഗ്രഹിക്കണം. നന്നായി വരും. റെഡിയല്ലേ? ചന്ദ്രിക ഒന്നും തിരിയുന്നില്ല. പോവാനും പറ്റില്ല, നമ്മള് സാധനം ഉണ്ടല്ലോ. നല്ലോണം കൊടുത്തൂല്ലേ? പാവോ
കൊടുത്തത് കുറഞ്ഞുപോയി. അല്ല ഇത് എൻ്റെ വീട്ടിലറിഞ്ഞ പ്രശ്നമാവോ? എന്റെ വീട്ടിൽ ഞാൻ പറയൂല. ഓന് നാണക്കേടല്ലേ, ഓനും പറയൂല. ഇപ്പൊ രണ്ട് വീട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും. അതെന്തേ? എൻ്റെ ഇളയമേനെ കാണുന്നില്ല. ഏ ബിന്ദു, ഏടേ? നിങ്ങന്ന് ദേവിച്ചി പറയുന്നത് നിങ്ങക്ക് തോന്നിയതായിരിക്കും. അയ്യോ, ഞാനെന്തിനാ നിന്നോട് ഇല്ലാത്ത പറയുന്നത്? നിന്റെ ചെക്കൻ എന്തെങ്കിലും അത്യാവശ്യം വന്നാലേ എനക്കും വിഷമില്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാവൂലല്ലോ. ഓന്റെ കയ്യിലുണ്ട് കുരുത്തക്കേട്. എന്തെന്ന്? ഇക്കണ്ട ജനം നോക്കി നിൽക്കുമ്പോ ഓനെന്തിനോളം ഉമ്മ വെച്ചടി? ജനങ്ങളിലുണ്ടായില്ല. ജനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ചങ്ങായിമാരുണ്ട്. ഇങ്ങോട്ട് വരട്ട് നായി. കല്യാണത്തിന് മുന്നേ അടി വാങ്ങിട്ട്. അതന്നെയാണ് ഞാനും പറയുന്നത്. അതന്നെയാന്ന് ഞാനും പറയുന്നത്. ഒരു ഉമ്മ വെക്കാൻ പോയതിന് അതും ഇഷ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞൊരു പെണ്ണ് അടിക്കുവാ. ആ മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിനി ഓക്കൊരു താല്പര്യക്കുറവ്. ഷീ സാഡ് മാൻ. ഞാൻ ദുബായി പോകുന്നതിന്റെ വിശപ്പാ നോക്ക്. അതുകൊണ്ടായിരിക്കല്ലോ മുഖത്ത് നോക്കി യാത്രയായി പോന്ന് അല്ലേ? സത്യം പറയൂ പക്ഷേ ഇതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനെല്ലാം റെഡി ആയി വന്നിട്ട് ഓള് നിന്റെ മുഖത്തടിക്കാന്നൊക്കെ പറഞ്ഞാ എന്റെ മുഖത്തല്ല അടിച്ചിരി. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ, ചോറ് കുടിക്കുന്നുണ്ടോ? ചോര പൊടിയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പഴുത്ത് വീങ്ങി, അത്ര ഉള്ളു. ഒരാളെ പോലെ 7 ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഇത് ദൂരം തീർന്നില്ലേ? എന്നാലും ഇതൊക്കെ കാണേണ്ട ആള് അങ്ങ് നേരത്തെ അങ്ങ് ഓഫായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതിന് ഞാൻ വഴി ഉണ്ടാക്കാം. അഭിയേട്ടാ, എണീക്ക് അഭിയേട്ടാ. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. പാർട്ടി മീറ്റിംഗ് ആണോ? ഇയാള് തന്ന്. അല്ല മോനെ, ഞാൻ കുറച്ച് ഓവറായ. കറക്റ്റ് ആയിരുന്നു. നീ എങ്ങനെയാന്ന് എല്ലാ സെന്റിലും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കയറി വരുന്ന എന്റെ സുഹൃത്തെ? നല്ലോണം കിട്ടീനല്ലേ? ഏട്ടനെ കൂട്ടിക്കൊണ്ടിരാൻ പറഞ്ഞു മമ്മ. മമ്മ അറിഞ്ഞോ? ആര് പറഞ്ഞിരി? ആര് പറഞ്ഞിരി? ചിപ്പും കാറ്റേ, ചിക്ക, ആ, ചിങ്കിടി ചിക്ക. നുണച്ചിപ്പും കാറ്റേ, കൊതിച്ചിപ്പും കാറ്റേ, ചിങ്കിടി ചിക്ക, ആ, ചിങ്കിടി ചിക്ക. ഉണ്ണിയാർച്ച എവിടെ പോയിന്? ലോകനാർക്കാവില്. എന്തേ? ഓ, ആടെ എന്താ പരിപാടി? നിന്റെ അമ്മേരെ സിനിമാറ്റിക് ഡാൻസ് ആണ്. ആടാക്ക്. നിങ്ങൾ ബിന്ദു ചേച്ചിന്റെ വീട്ടിൽ എന്തിനാ പോയത്? എന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ ആടെ ചെന്നിട്ട് എന്തെല്ലാം പറഞ്ഞു? നമ്മ നാട്ടു വർത്താനം പറഞ്ഞിരുന്നു അത്രമാത്രം. എന്തേ? പുല്ല് എത്തുന്നതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ നാട്ടു വർത്താനം പറച്ചില്. നിങ്ങൾ ആരെ കുറിച്ചാ പരദൂഷണം പറഞ്ഞതെന്ന് പറ. അറിയാൻ മനസ്സില്ല. മാറും. നിങ്ങൾ ഉണ്ടല്ല ആരുടെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞെന്ന് പറ. നീ പേടിക്കണ്ട, കല്യാണം മുടക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ, ഇതിൽ ഉപകാരമുള്ളൊരു കാര്യം ചെയ്യില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലപ്പാ. നീ പോടാർന്ന് ഒന്ന് പറഞ്ഞിട്ടേ രക്ഷിച്ചേ. എനിക്ക് ചെവി ആ ചന്ദ്രേട്ടാ പറ. പവി, ഞാനൊന്ന് ഹോട്ടലിൽ പോയിട്ടാകുമ്പോ കല്യാണം മുടക്കാൻ ആരോ വിളിച്ച കാര്യം പറഞ്ഞിട്ടേ. ആ പറഞ്ഞു. ഞാനിന്ന് കണ്ടത്തിനെടുക്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു. നിന്റെ ആ പിള്ളേരില്ലേ, അവര് കുറേ ദൂരെ മാറി നിൽക്കുന്നു. നീ കയ്യോക്കിൽ അവിടെ പോയി ചോദിക്ക്, ഈ കല്യാണത്തിന് അവരെ നിലപാടെന്നാന്ന് നമുക്കൊന്നും അറിയാലോ. രാത്രി കോൽക്കളി പരിപാടിയുണ്ട്. എന്തായാലും ഇന്ന് തീരുമാനമാക്കാം. നീ നോക്ക്. എങ്കിലും